फटेला जेब सिल जाएगा, जो चाहेगा मिल जाएगा, तेरे भी दिन आएंगे छोटे, अच्छा खासा हिल जाएगा, रुकने का नहीं थकने का नहीं, लाइफ में चलते रहने का, भेजा क्यों सरकाने का, सही बोलता है टेंशन काय को लेने का, सही बोलता है फटेला जेब सिल जाएगा, जो चाहेगा मिल जाएगा, तेरे भी दिन आएंगे छोटे, अच्छा खासा हिल जाएगा, रुकने का नहीं थकने का नहीं, लाइफ में चलते रहने का, और भेजा क्यों सरकाने का, सही बोलता है टेंशन काय को लेने का, ഒന്ന് സൂക്ഷിച്ച് ഓടിക്കും മോനെ അജിത്തെ. ഓ നീ എന്തായി ചെയ്ത അജിത്തെ? നമുക്കൊന്ന് നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, അത് കൂടുതൽ കുഴപ്പവും. നമുക്ക് നോക്കിട്ട് വരാന്ന്. ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അജിത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ ശരി, വാ ഇറങ്ങ്. എന്ത് പറ്റി? രവി, ആരാ നോക്ക്. രവി, രവി, രാമു, ഇവരൊക്കെ എവിടെ പോയി? ആരാ ആരാന്ന്? ആരാ?
ഹലോ. ഇന്നലെ രാത്രി എന്താ ഉണ്ടായെന്ന് എനിക്കറിയാം. ആരാ സംസാരിക്കുന്നത്? ആരാണ്? പറയൂ, ആരാണെന്ന്. ഹലോ ഹലോ. ആരാ 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 ഇവിടെ വെച്ചത്? ആരാ ഈ കത്ത് വെച്ചത്? ആരാണ്? സുർജിത്തെ, സുർജിത്ത്, വാതിലോർക്ക്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നീ എന്താ ചെയ്തേ? എന്തുണ്ടായെന്ന് പറ. നീ തോളിൽ ചെവി തിന്നാ? നിങ്ങൾ കാര്യം മിണ്ടരുത്, നാടകം കളിക്കരുത്. നിങ്ങൾ ഈ അടിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് പറ. ശരി, ആ കത്തെടുക്ക്. നോക്ക്, ഇത് നോക്ക്. ഇതെന്താ? നോക്ക് സുർജിത്ത്, ഇന്നലെ നടന്ന സംഭവം നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയുണ്ടല്ലോ നിന്നെ ഞാൻ. ശരി, എനിക്കൊന്നും പറയാണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അതൊക്കെ? എന്താ പറയാനുള്ളത്? പറയടാ. പോലീസ് സ്റ്റേഷൻ പോകാന്ന് നീ തന്നെയല്ലേ പറഞ്ഞ്? എന്നാ എനിക്കൊരു കാര്യം പറയാണ്ട്. ഈ കത്ത് ഞാനല്ല. വെറുതെ നുണ പറയണ്ട പോലെ, നുണ പറയണ്ടേ. ആരെഴുതിയത്? ആരെഴുതിയെന്ന്? നിങ്ങൾക്കെല്ലാം കത്ത് കിട്ടിയത് പോലെ തന്നെ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. നോക്ക്. ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. ഞാൻ നിങ്ങളിലൊക്കെ ശത്രുവായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെയല്ല, പോലീസ് നോക്കി കിടന്നേനെ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, രാത്രിയിൽ നടന്ന ആ സംഭവം നിർഭാഗ്യകരമായി പോയി. അവൻ വീട്ടിൽ തുടങ്ങി. സുർജിത്തെ, ഇന്നലെ നടന്ന സംഭവം ഉണ്ടല്ലോ, അത് മറന്നോ? അല്ലെങ്കിൽ പിന്നെ അതിനുള്ള മറുമരുന്ന് എനിക്ക് ചെയ്യേണ്ടി വരുന്നു. നീ ഓർത്തോ? നല്ലോണം ഓർത്തോ? പോടാ. വരൂ മോനെ. ഇൻസ്പെക്ടർ സർ, മൈ സൺ
അജിത്. ഹലോ. ഹലോ ഇൻസ്പെക്ടർ. ആ ഇൻസ്പെക്ടർ ജാദവ്, എന്താണ് എന്റെ മകനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്താ കാര്യം ഇൻസ്പെക്ടർ സാർ? ഇന്നലെ രാത്രി ഗാഡ്കോപ്പർ ലിങ്ക് റോഡിൽ വെച്ച് ജീപ്പ് പിടിച്ചൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. പക്ഷേ ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ ഇവിടെ വരാനുണ്ടായ കാരണം? ചൗധരി സാറേ, അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ആ റോഡിലൂടെ മെറൂൺ കളറിലുള്ള ഒരു ജീപ്പ് കടന്നുപോയി എന്നാണ്. അതിൽ നല്ല ലൗഡ് മ്യൂസിക്കും ഉണ്ടായിരുന്നു. ജീപ്പിൽ ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അജിത്, അല്ല, നിങ്ങളുടെ ജീപ്പിന്റെ കളറും മെറൂൺ തന്നെയല്ലേ അജിത്? നോ ഇൻസ്പെക്ടർ ജാദവ്, ഇവന്റെ ജീപ്പിന്റെ കളർ മെറൂൺ അല്ല, ബ്ലാക്ക് കളറാണ്. എനിക്ക് ആ ജീപ്പ് ഒന്ന് കാണണം. അതിനെന്താ അജിത്, ഷെഡിൽ നിന്ന് ജീപ്പ് പുറത്തിറക്കുക. യാ ഡാഡ്. എന്താ മോനെ? ഡാഡി ഡാഡി, ജീപ്പ് ഇന്നലെ ഞാൻ നീ ഇതുവരെ ജീപ്പ് പുറത്തിറക്കിയില്ലേ മോനെ? എടുക്ക, പോയി ജീപ്പ് എടുക്കുക. ഡാഡി. അത് സാരമില്ല, നമുക്ക് അങ്ങോട്ട് പോയി പരിശോധിക്കാം. നോക്കൂ ഇൻസ്പെക്ടർ, ഇത് പുതിയ ജീപ്പാണോ? അല്ലല്ല, പഴയതാണ്, വളരെ പഴയതാണ് ഇൻസ്പെക്ടർ. ഇവൻ ഇങ്ങനെ അത് ഉപയോഗിക്കാറില്ല. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഇൻസ്പെക്ടർ. അല്ല, നിനക്കെന്ത് പറ്റി മോനെ? ഡാഡി ഡാഡി, ഇന്നലെ രാത്രി ഞാൻ ജീപ്പ് കൊണ്ടുവന്നപ്പോൾ അത് മെറൂൺ കളറായിരുന്നു. ഞാൻ സത്യമാണ് പറയുന്നത് ഡാഡി, അത് മെറൂൺ കളറായിരുന്നു. പക്ഷെ ഇതിപ്പോ ബ്ലാക്ക്. മോനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഡാഡി തന്നെ കണ്ടുപിടിച്ച മാർഗമാണിത്. അപകടത്തിന് ശേഷം എല്ലാം നീ ഡാഡിയോട് തുറന്നു പറഞ്ഞത് എന്തായാലും നന്നായി മോനെ. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ജീപ്പിന്റെ കളർ മാറ്റി. ഇനി 3-4 ദിവസത്തേക്ക് നീ പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്നാലും മതി. ഈ അന്വേഷണം തണുക്കട്ടെ, എന്നിട്ട് പുറത്തു പോയാൽ മതി. ഓക്കെ? സാറിനെ അന്വേഷിച്ചിരുന്നു? അല്ല, ആര്? സുർജിത് സിംഗ്. വരൂ. വരൂ വരൂ, ഇരിക്കൂ. ഇരിക്കുന്നേ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
യെസ്, കടുപ്പത്തിലൊരു ചായ തരാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ല, ഈ നെറ്റിയിൽ എന്ത് പറ്റി? അത് അത് ഞാൻ ഒന്ന് വീണതാ സാർ. അതെ, ശരി. സുർജിത്, ഞാൻ അറിഞ്ഞ നിങ്ങൾ മംഗൾ ചൗധരിയുടെ മകൻ അജിത്തുമായി നല്ല സുഹൃത്ത് ബന്ധത്തിലാണെന്നാണല്ലോ. അതെ സാർ. നെറ്റി പൊട്ടിയത് വല്ല ആക്സിഡന്റും ഉണ്ടായതുകൊണ്ടാണോ? എന്താ? അല്ല, നിങ്ങളുടെ നെറ്റി പൊട്ടിയത് വണ്ടി ആക്സിഡന്റ് ആയതുകൊണ്ടാണോ എന്നാ ഞാൻ ചോദിച്ചത്. അല്ല സാർ. നോക്കൂ മിസ്റ്റർ സുർജിത് സിംഗ്, ജൂലൈ 13 രാത്രി ഘാട്ട്കോപ്പർ ലിങ്ക് റോഡിൽ വെച്ച് ജീപ്പ് പിടിച്ചൊരു പെൺകുട്ടി മരിച്ചു. ജീപ്പ് ഒരു മരത്തിലും ചെന്നിടിച്ചു. ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല സാർ. സത്യമായിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല? നോക്കൂ ഇൻസ്പെക്ടർ സാർ. സാർ, നെറ്റി പൊട്ടിയത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഞാൻ വീണതാണ്, അല്ലാതെ ആക്സിഡന്റ് അല്ല സാർ. അതെ, ശരി. എന്നാ ഒരു കാര്യം കൂടി, അന്ന് രാത്രി, ഐ മീൻ ജൂലൈ 13 രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? സാർ, ഞാൻ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ നിങ്ങളുടെ അയൽക്കാരൻ പറഞ്ഞത് പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിന്നാണല്ലോ. ആ സാർ, അന്ന് ഞാൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരികയായിരുന്നു. ആ സാർ, എനിക്ക് മോർണിംഗ് വാക്ക് ഒരു ശീലമാണ് സാർ. അപ്പം എന്നെ കണ്ടു കാണും സാർ. സുർജിത് സിംഗ്, നിങ്ങൾ നുണയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് നിങ്ങൾ നുണ പറയുന്നതെന്നും മനസ്സിലായി സുർജിത്. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്കെതിരെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ ഈ സിറ്റി വിട്ട് പുറത്തു പോകരുത്. ശരി സാറേ, എന്ന് ഞാൻ പോട്ടെ. ആ, ഓക്കോ. ആ, നിന്ന്. നിങ്ങളുടെ സുഹൃത്ത് അജിത് ചൗധരിയുടെ ജീപ്പിന്റെ കളർ മെറൂൺ ആയിരുന്നു. അത് മരത്തിൽ ചെന്നിടിച്ച ജീപ്പിന്റെ കളറും മെറൂണാ. ഇടിച്ച ജീപ്പിന്റെ അല്പം പെയിന്റ് മരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്, മെറൂൺ. സാർ, എന്നെ വിശ്വസിക്കണം. എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല സാർ. എനിക്കൊന്നും അറിയില്ല. ശരി, എന്നാ വയ്ക്കോ. എനിക്ക് ആ സുർജിത്തിന്റെ കാര്യത്തിലെ പേടിയുള്ളൂ. അവനൊരു കാര്യം മറച്ചു വെക്കാൻ പറ്റില്ല. അവൻ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഭീഷണി. അല്ല, ഇനി എന്ത് ചെയ്യും? അവന്റെ മേലൊരു കണ്ണു വേണം. അവനെ കൊണ്ട് വല്ലാത്ത പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കേണ്ടി വരും. അല്ല, അവന്റെ എന്ത് പറ്റി? ഇവനെന്താ പറ്റിയേ? നോക്കി.
വണ്ടി വേഗം വിട്. അല്ല ഇതെന്തു മറിമായ? നമ്മൾ സുർജിത്തിന്റെ വണ്ടിയില്ലേ ഫോളോ ചെയ്തത്? അതേന്ന് ഞാനും കണ്ടല്ലേ. അവൻ വണ്ടിയിലുണ്ടായിരുന്നു. ഒരു മിനിറ്റ് മാഷേ. ആരാണ്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. ഞാൻ നിരപരാധിയാണ്. മാപ്പ് തരും. നിങ്ങൾ സുർജിത്ത്, നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി. എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മരിച്ചു പോയതല്ലേ? അതെ, മരിച്ച ആൾ തന്നെ. പക്ഷെ അപകടമുണ്ടായതിനു ശേഷം നിങ്ങളിൽ ആരും തന്നെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ആ സംഭവം ഇപ്പോഴും എന്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞിട്ടില്ല. ആ രാത്രി എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രിയായിരുന്നു. അന്ന് അജിത്തിനോടൊപ്പം ഞാൻ വെറുതെ ഒരു തമാശക്ക് സൂക്ഷിച്ചോടിക്ക അജിത്ത്. അജിത്ത്! നീ എന്തേ ചെയ്തത്? നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. വാ. വേണ്ട, അത് കുഴപ്പമാവും. വേണ്ട. എടാ ഒന്ന് നോക്കിട്ട് വരാടാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്കൊന്ന് പോയി നോക്കാം. വാ.
ഓ മൈ ഗോഡ്, നീ എന്താ ചെയ്ത് അജിത്ത്? നീ എന്താ ചെയ്ത്? ഒന്നും എടാ പെങ്കൊച്ചു മരിച്ചു എന്നാ തോന്നേ. അജിത്ത് അജിത്ത്, അജിത്ത്, ഞാൻ നോക്കിയിട്ട് വരാം. അജിത്ത്, ആ കുട്ടിക്ക് അജിത്തെ, ഇവർക്ക് ജീവനുണ്ട്. നമുക്ക് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാം. നിനക്ക് ഭ്രാന്തുണ്ടോ? ഇവൾ ആശുപത്രിയിൽ എത്തിയാൽ ഇവൾ രക്ഷപ്പെടും, നമ്മൾ അകത്താവും. നീ വേഗം വന്നേ. അങ്ങനെ പറയല്ലേ അജിത്ത്, അങ്ങനെ പറയല്ലേ. അപകടം ഉണ്ടായത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. പിന്നെ ഈ കുട്ടിക്ക് ജീവനുമുണ്ട്. നമുക്കുള്ള രക്ഷിക്കാൻ പറ്റും. നമുക്കുള്ള കൊണ്ടുപോകാം, ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഇവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. നമുക്ക് കൊടുത്തു പോവാം. വേഗം വാ, വേഗം വാ. ഹതാപം കാണിക്കാൻ പുറപ്പെട്ടാലും നമ്മളകത്താവും. നീ വേഗം വാ. അജിത്ത്, അങ്ങനെ പറയലടാ. ഇവിടെ രക്ഷിക്കാൻ കഴിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്ക് വേറെ പണിയില്ല, നടക്ക് വേഗം. അവനെ പിടിച്ച വണ്ടിയില് അജിത്ത്, വേറെ പണിയില്ല. ഓരോ സുർജിത്ത്, ഒരു കാര്യം നീ മറക്കണം. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഓക്കെ? ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് അജിത്ത്. ആ പെൺകുട്ടി നമുക്ക് ആശുപത്രി. എടേ അജിത്, വേഗം വണ്ടി വിട്. എടാ വേഗം വണ്ടിടാ, വണ്ടി വിട്. അതേ അവസ്ഥയിൽ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ കടന്നു കളഞ്ഞു. ഞാൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റൊരാളും എന്നെ സഹായിക്കാനായി എത്തിയില്ല. കുറെ സമയത്തിന് ശേഷം ഞാൻ രക്തം വാർന്ന് അബോധാവസ്ഥയിലാവുകയും മരിക്കുകയും ചെയ്തു. നോക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് ആ സംഭവത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട്. വേണ്ട, നിങ്ങൾക്ക് ദുഃഖമുള്ളതായി തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പോലീസിനോടെങ്കിലും നിങ്ങൾ സത്യം പറയുമായിരുന്നില്ലേ സുർജിത്ത്? നിങ്ങളപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നോ? ഹാ, ഞാൻ ആത്മാവാണ്. എനിക്ക് എവിടെയും അനായാസമായി എത്താനാകും. നോക്കൂ, അന്ന് രാത്രി അജിത്തിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഞാൻ മദ്യപിച്ചിരുന്നില്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആവുന്നത് പറഞ്ഞു നോക്കി. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ നിങ്ങളുടെ കാറിനോടൊപ്പം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞേനെ. നോക്കൂ, ഞാനിതിൽ തെറ്റുകാരനല്ല. അജിത്തല്ലേ വണ്ടി ഓടിച്ചിരുന്നത്? അജിത്തായിരുന്നു ഡ്രൈവർ എന്ന് എനിക്കറിയാം. പക്ഷെ ഈ സംഭവത്തിന് ശേഷം അജിത്ത് അവന്റെ വീട്ടിലെത്തിയപ്പോൾ എന്തെല്ലാം നടന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്താണ്? പറയാം. Dad? 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 എന്താ കാര്യം? എന്തിനാ ഒച്ച വയ്ക്കുന്നേ? എന്റെ വണ്ടി ഇടിച്ചൊരു പെൺകുട്ടി മരിച്ചു. മരിച്ചെന്ന് ഉറപ്പാണോ? ഡാഡ് മരിച്ചു എന്ന കാര്യം ഉറപ്പാണ്. മരിച്ചു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ജീപ്പ് ഒരു മരത്തിൽ ഇടിച്ചു. എവിടെ വെച്ച് സംഭവിച്ചേ? ഘാട്ട് കോപ്പർ ലിങ്ക് റോഡിൽ വെച്ച്. സംഭവം ആരെങ്കിലും കണ്ടുവോ? ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടു. നീ പറഞ്ഞ ജീപ്പ് മരത്തിലിടിച്ചു എന്നല്ലേ? യാ ഡാഡ്, ഭയങ്കര ഇടിയായിരുന്നു. അതൊന്നും എനിക്ക് കാണിച്ചതാ. ശരി. വരൂ ഡാഡ്, വരൂ. കണ്ടോ ഡാഡ്, ഈ ഭാഗം അടിച്ചത്. പിന്നെ അവിടെ ഒരു സ്ക്രാച്ചും ഉണ്ട്. പെയിന്റ് പോയല്ലോ. ആ മരത്തിൽ പറ്റിയ പെയിന്റ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഓ മൈ ഗോഡ്, ഇക്കാര്യം ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല ഡാഡ്. അല്ലെങ്കിൽ മരത്തിലെ പെയിന്റ് തുടച്ചു കളയായിരുന്നു. വരൂ ഡാഡ്, നമുക്ക് ഇപ്പോൾ അവിടെ പോലീസ് എത്തിക്കാണും.
മരത്തിലെ പെയിന്റൊന്നും തുടച്ചു മാറ്റാൻ പറ്റില്ല. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ വിളിപ്പിച്ചേ സാറേ? അത് ഈ പാതിരാത്രിക്ക്? നോക്ക് ഷെട്ടി, നീ പുറത്ത് കിടക്കണ എന്റെ ജീപ്പ് കണ്ടില്ലേ? ആ വണ്ടിക്ക് സ്ക്രാച്ച് ഉണ്ടല്ലോ, പെയിന്റും ഇളകിയിട്ടുണ്ട്. എന്താ കാര്യം? സൂര്യൻ ഉദിക്കും മുമ്പ് ജീപ്പിന്റെ കളർ മാറ്റണം ഷെട്ടി. പക്ഷേ നീ ഇനിയൊന്നും പറയണ്ട. ഇക്കാര്യം നീ ചെയ്തേ പറ്റൂ ഷെട്ടി. വല്ല പ്രശ്നമുണ്ടോ സാറേ? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല. ഇന്ന് രാത്രി തന്നെ ജീപ്പിന്റെ കളർ മെറൂൺ മാറ്റി ബ്ലാക്ക് ആക്കണം. പക്ഷേ സാർ, ഇതിന് നിനക്ക് എന്താ വേണ്ടത്? നേരം വെളുക്കും മുമ്പ് പണി തീർന്നിരിക്കണം. ജീപ്പിൽ ഒരു സ്ക്രാച്ചും ബാക്കി കാണരുത്. സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ആ താക്കോല് വാച്ച്മാന്റെ കയ്യിലുണ്ട്. അങ്ങനെ നിങ്ങളുടെ സുഹൃത്തായ അജിത്തിന്റെ അച്ഛൻ മംഗൾ ചൗധരി ഒരൊറ്റ രാത്രി കൊണ്ട് ജീപ്പിന്റെ കളർ മാറ്റി തെളിവുകളെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇൻസ്പെക്ടർ ജാദവ് സമർത്ഥനും സത്യസന്ധനുമായ ഒരു ഓഫീസറാണ്. ചൗധരി അയാളെയും വഴിതെറ്റിച്ചു. നോക്കൂ, അവരുമായി തട്ടിച്ചു നോക്കിയാൽ ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ അവരുടെ സുഹൃത്താണെന്നത് ശരിയാണ്, പക്ഷെ ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവരെല്ലാവരും അപകടകാരികളാണ്. അവർ ആരെയും കൊല്ലാൻ മടിക്കാത്തവരാണ്. അവർ എന്നോട് ഒന്നും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സുർജിത്ത്, അവരെ പേടിച്ച് നിങ്ങൾ അന്ന് ആഗ്രഹമുണ്ടായിട്ടും എന്നെ രക്ഷിക്കാൻ തയ്യാറായില്ല. വേണമായിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ എത്തിയതിനു ശേഷവും നിങ്ങൾക്ക് ആംബുലൻസുമായി വന്ന് എന്നെ രക്ഷിക്കാമായിരുന്നു. ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അവരെ ഭയന്ന് നിങ്ങളെല്ലാം നിസ്സഹായനായി നോക്കി നിന്നു. നിങ്ങൾക്കറിയാമോ, എന്റെ അച്ഛനമ്മമാർ ഒരു അനുജന്റെയും ഒരു അനുജത്തിയുടെയും ചുമതല എന്നെ ഏൽപ്പിച്ച് മരിച്ചുപോയി. അവരെ സംരക്ഷിക്കാനുള്ള വക കണ്ടെത്താനാണ് ഞാൻ ഇവിടെ ജോലിക്ക് ചേർന്നത്. എന്റെ മരണശേഷം അവരിരുവരും അനാഥരായി. നിങ്ങൾ അവരുടെ വിലാസം എനിക്ക് തരൂ, ഞാൻ അവരെ ചെന്ന് കാണാം. അവരെ ഞാൻ സംരക്ഷിക്കാം. അവരെ പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് സുർജിത്ത്. ഇപ്പോൾ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരോട് പകരം ചോദിക്കുകയാണ് വേണ്ടത്. അവരെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ്. സുർജിത്ത്, ഈ അവസരം പാഴാക്കരുത്. സത്യത്തിനു വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും ശബ്ദമുയർത്താനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ മതം എന്താണ് പറയുന്നതെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ജീവിതം എന്നാൽ എന്താണ്? അതെ, അത് ഒരൊറ്റ അപകടം കൊണ്ട് അവസാനിച്ചു പോകുന്നു. മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ കർമ്മം കൊണ്ടാണ്. പക്ഷേ ഇനി സത്യം, ന്യായം, മനുഷ്യത്വം എന്നിവയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും ഒരുക്കമാണ് അനുജിത്തി. അതിനുവേണ്ടി ജീവൻ പോലും ഞാൻ ബലിയർപ്പിക്കും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ? ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്കൊപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ്. എനിക്ക് സംഭവിച്ചതിന് മറ്റൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല. നാം ഇരുവരും ചേർന്ന് അവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കണം. നമുക്ക് അവരെ ശിക്ഷിച്ചേ മതിയാകും.
വാടാ. ഇൻസ്പെക്ടർ എന്താ നിന്നോട് ചോദിച്ചത്? ഒന്നുമില്ല, അയാൾ ആ അപകടത്തെ കുറിച്ച് ചോദിക്കായിരുന്നു. അപകടത്തെ കുറിച്ചോ? അല്ല അജിത്, അയാൾ ആ ജീപ്പിനെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല അജിത്. നീ പോലീസ് സ്റ്റേഷനിൽ നിന്നും എങ്ങോട്ടാ പോയെ? നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. പറയടാ, എടാ പറയാൻ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വാനിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാനിന്റെ നിയന്ത്രണം വിട്ടു. ഞാൻ ഭയന്നുപോയി. പിന്നെ എനിക്ക് തോന്നി ഏതോ അദൃശ്യ ശക്തി എൻ്റെ വാൻ ഓടിക്കുകയാണെന്ന്. പിന്നെ കുറച്ചു നേരത്തിന് ശേഷം വാൻ ഒരു സ്ഥലത്ത് നിന്ന് ഓഫായി. നീ എന്ത് തമാശ പറയാമോ? ഇത് തമാശയല്ല, ഞാൻ പറയുന്നത് സത്യം അജിത്ത്. പിന്നൊരു കാര്യം, വണ്ടി എവിടെയാ ചെന്ന് നിന്നതെന്ന് നിനക്കറിയോ അജിത്ത്? ആ പെൺകുട്ടിയെ നീ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച അതേ നീ സ്ഥലത്ത്. കള്ളം പറയാ. നീ എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നീ ഓരോന്ന് പറയല്ലേ. അല്ല അജിത്ത്, ഞാൻ പറയുന്ന സത്യമാ. ആരോ എന്നെ വണ്ടിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് പെട്ടെന്ന് ശക്തിയായി കാറ്റടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കണ്ടത് ആ പെണ്ണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതാ. ഏത് പെണ്ണ? ആ പെണ്ണ് തന്നെ, ആ രാത്രിയിൽ കൊല്ലപ്പെട്ട ആ പെണ്ണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സുർജിത്തെ? എനിക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ആ പെണ്ണിന്റെ അശാന്തമായ ആത്മാവ് നമ്മുടെ എല്ലാം പിന്നാലെയുണ്ട്. നീ പറയുന്നത് കളമാ. ഞങ്ങളെ നീ വിട്ടുകളാക്കല്ലേ. അല്ല, ഇവൻ പറയുന്നത് കള്ളമല്ല. ഇതാരുടെ ശബ്ദമാണ്? ഇതാരുടെ ശബ്ദമാണ്? ഇത് ആ പെൺകുട്ടിയുടെ ശബ്ദമാ. അവൾ എന്നോടും സംസാരിച്ചിരുന്നു. ഇവൻ പറയുന്നത് സത്യമാണ്. നീ ചെയ്യേണ്ടത് നീ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. മോനെ സുർജിത്തെ, ഞങ്ങളെപ്പോലെ തന്നെ നീ ഇത് പങ്കാളിയാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. മനസ്സിലായോ? വാടാ. എടാ ജീപ്പ് എന്തിടാ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വരൂ വരൂ വാ വാ. എടാ ടാക്സി ടാക്സി കേറ് കേറ് വേഗം വേഗം വിടും. അവള് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. വേഗം വണ്ടി വിട്.
എന്റെ പക്ഷേ ഡാഡ് 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 എന്റെ ജീപ്പ് എന്ത് പറ്റി? എന്താ പറ്റി നിങ്ങൾക്ക്? എന്റെ ജീപ്പ് ഡാഡി ജീപ്പിന് എന്താ പറ്റി? ജീപ്പിന്റെ കളർ മാറി ഡാഡി അതിലൊരു പെണ്ണുണ്ട് ഡാഡി ഏത് പെണ്ണ്? ഡാഡി എന്റെ ജീപ്പ് തട്ടി ആ പെണ്ണ് തന്നെ എന്താ ഈ പറയുന്നത്? അതെ ഡാഡി ആ പെണ്ണ് തന്നെ ഞങ്ങൾ പേടിച്ചു പോയി ഡാഡി ആ പെണ്ണ് ഞങ്ങളെ ജീപ്പിൽ ഫോളോ ചെയ്തു ഡാഡി അതെ അങ്കിൾ, ആ പെണ്ണ് ഞങ്ങൾ ഇവിടെ വരെ ഫോളോ ചെയ്തു. ആ പെണ്ണ് ആ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ ഡാഡി വരൂ കാണിച്ചു തരാം. വരൂ ഡാഡി ഡാഡി എന്താ ഇതൊക്കെ? എന്നെ എങ്ങനെ കുരുങ്ങളിപ്പിക്കാൻ നിനക്ക് എന്താ നാണമില്ല അജിത്തെ? ഓ ഞാൻ പറയുന്നത് മതി മതി നിർത്ത്. നിങ്ങൾക്ക് എന്താ പറ്റിയത്? അങ്കിൾ, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. ഞങ്ങൾ ഈ വണ്ടിയിലല്ല വന്ന്. ആ പെണ്ണ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ഓടിക്കുകയായിരുന്നു. ഞങ്ങൾ ടാക്സി പിടിച്ച് അവിടെ എത്തിയത്. ഇതുവരെയും ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു അവള്. പിന്നെ അങ്കിൾ, വണ്ടിയുടെ നിറം ബ്ലാക്ക് അല്ലായിരുന്നു, മറൂൺ ആയിരുന്നു. നിങ്ങൾ എവിടെ പോയി വരുന്നു? അങ്കിൾ, ഞങ്ങൾ സുർജിത്തിന് വീട്ടിൽ പോയിരുന്നു. ഡാഡ് ഡാഡ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെയാണ് സൂര്യത്തിന്റെ വീട്ടിൽ പോയത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ആ പെണ്ണിന്റെ ശബ്ദം കേട്ടു. ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ചോടി. ആ പെണ്ണ് ഈ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ വണ്ടിയുടെ നിറം ബ്ലാക്ക് അല്ല, മെറൂൺ ആയിരുന്നു ഡാഡി. പിന്നെ ആ പെണ്ണ് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്തു ഡാഡി. ഇല്ല അജിത്, നിങ്ങളെല്ലാം ഈ വണ്ടിയിൽ തന്നെ പോയി ഈ വണ്ടിയിൽ തന്നെ തിരിച്ചും വന്നു. ഡാഡ് നിങ്ങളെല്ലാം വളരെ ടെൻഷനിലാണ്. ഇപ്പോൾ നിങ്ങളുടെ മെന്റൽ കണ്ടീഷൻസ് ഒന്നും ശരിയല്ല അജിത്. നിങ്ങളാകെ ഭയന്നു പോയിരിക്കുകയാണ്. അതിന്റെ ഫലമാണിതെല്ലാം. ഡാഡ് ഡാഡ് ചിലപ്പോൾ അത് ശരിയായിരിക്കും. എന്നാൽ സുർജിത്ത് ഞങ്ങളോട് പറഞ്ഞു ഡാഡി, അവൻ ആ പെണ്ണിനെ കണ്ടുവന്ന് പിന്നെ അവനോട് സംസാരിച്ചു വന്നു ഡാഡി. ഇല്ല, ആരും ഒന്നും കണ്ടില്ല. എല്ലാം തോന്നലാണ് മോനെ, എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ശരി, ആ പെണ്ണ് വന്നിരുന്നെങ്കിൽ അവൾ എവിടെ പോയി? ഭൂമിയിലേക്ക് താഴ്ന്നു പോയോ അതോ ആകാശത്തേക്ക് പൊന്തിപ്പോയോ? സുർജിത്ത്, ഞാൻ എന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാരണം അവരെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവരുടെ എല്ലാം ഉറക്കം ഞാൻ കെടുത്തും. സ്വപ്നമേതാണ് യാഥാർത്ഥ്യമേതാണെന്ന് അവർക്കിപ്പോൾ തീരെ തിരിച്ചറിയാൻ കഴിയാതായിരിക്കുന്നു. അവരുടെ ഈ അവസ്ഥ എന്നെ അപകടത്തിലാക്കാനിടയുണ്ട്. ഇല്ല സുർജിത്ത്, നിങ്ങൾ എന്നോടൊപ്പമാണ്. നിങ്ങൾ സത്യത്തിനോടൊപ്പമാണ്. നിങ്ങളുടെ ഭയം ഇതല്ലേ? നിങ്ങളെ അവർ ജീവനോടെ വെച്ചേക്കില്ലെന്ന്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, അവരുടെ പോരാട്ടം ഏതെങ്കിലും ഒരു ശരീരത്തോടല്ല, ഒരാത്മാവിനോടാണ്. ഈ പോരാട്ടത്തിൽ വിജയം ആത്മാവിന് മാത്രമായിരിക്കും. ആത്മാവിന് മാത്രം. രാമോ, 8-ാം നമ്പർ എടുത്തോണ്ട് വാ. രാമോ,
എനിക്കറിയാം ജൂലൈ 13 രാത്രിയിൽ നീ എന്താ ചെയ്തതെന്ന്. ആരാ ആരാ സാർ, ആരത് ഇവിടെ വെച്ചതെന്ന് അറിയില്ല സാർ. ഡാഡ്, ഇതുപോലെയൊരു ചുവന്ന കവറിലെ കത്ത് ഞങ്ങൾക്കും കിട്ടി. ആദ്യം ഞാൻ വിചാരിച്ചതെല്ലാം സുർജിത്തിന്റെ പണിയാണെന്നാ. പക്ഷെ ഞങ്ങൾ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവനും ഇങ്ങനെ ഒരു കത്ത് കിട്ടിയത്രേ. എനിക്ക് മനസ്സിലായി അജിത്ത്. ഇങ്ങനെ ഒരു ചുവന്ന കവർ കാണിച്ചവൻ നിങ്ങളെ വിഡ്ഢിയാക്കിയതാണ്. ഈ ചുവന്ന കവർ കിട്ടിയതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പിടികിട്ടി. മോനെ, എനിക്ക് തോന്നുന്നു ആരോ ഇതിന്റെ പിന്നിൽ നന്നായി കളിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഷെട്ടിക്കും അവർ കത്തയച്ചത്. ഇനി നിങ്ങൾ സമാധാനമായിരിക്കൂ. ഇതിന് ഞാൻ പരിഹാരമുണ്ടാക്കാം. ആരാ ഇവിടെ? ആരാ അവിടെ? ആരാ ആരാത്? ആരാത്? ആരെയും കാണുന്നില്ലല്ലോ. ആരാത്? നിങ്ങൾ ആരാ? ആരാ? നിങ്ങൾക്ക് എന്നെ അറിയില്ല. ആ പെൺകുട്ടിയാണ് ഞാൻ. ജീപ്പ് ആക്സിഡന്റിൽ മരിച്ച ആ പെൺകുട്ടി. പക്ഷെ എന്റെ ആത്മാവിന് ശാന്തി കിട്ടിയില്ല. നിങ്ങൾ നിങ്ങൾ പക്ഷെ എനിക്ക് ആ അപകടവുമായി എന്ത് ബന്ധമാണ്? ആ അപകടവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. നിങ്ങളല്ലേ അന്ന് ആ രാത്രിയിൽ തന്നെ ജീപ്പിന്റെ കളർ മാറ്റി കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിച്ചത്? ഇത് സത്യമാണ്. എനിക്ക് കത്തും കിട്ടിയിരുന്നു. എനിക്ക് അറിയില്ല ആ കത്തയച്ചത് ആരാണെന്ന് എനിക്ക് അറിയില്ല. ആ കത്തയച്ചത് ഞാനാണ്. നിങ്ങളോ? പക്ഷെ കുറ്റം ചെയ്ത അവരാണ്. എനിക്കറിയില്ലായിരുന്നു അത് കാരണം ആരോ മരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങളത് പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നില്ലേ? ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു. നിങ്ങൾ ഒരു ആത്മാവല്ലേ, ഞാൻ വെറും ഒരു മനുഷ്യനാണ്. അവർക്ക് എപ്പോ എവിടെയെങ്കിലും എന്നെ കൊല്ലാം. സ്വന്തം ജീവനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. പക്ഷേ ആക്സിഡന്റിൽ മരിച്ച ആളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ? ഇങ്ങനെ ഒരു അപകടത്തിൽ നിങ്ങളുടെ സ്വന്തക്കാരാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല 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 എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ഷെട്ടി, അയാൾ പണക്കാരനാണ്. അയാൾ ഒരു പെൺകുട്ടിയെ ജീപ്പ് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. പക്ഷെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എന്നെ അവിടെ ഇട്ടിട്ട് അവരെല്ലാം പോയി കളഞ്ഞു. അവരെന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഈ അന്യായം എന്നോട് മാത്രമല്ല, എത്രയോ പേരുടെ നേരെ നടന്നിട്ടുണ്ടാവും. ഇങ്ങനെ മനുഷ്യരെ വേട്ടയാടി രസിക്കുന്നവർ മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നു. നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട വിഡ്ഢികൾ അവരെ സഹായിച്ച് നിയമത്തിന്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കൂ. എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റി. പക്ഷെ ഞാൻ വാക്ക് തരുന്നു, ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. നോക്കൂ, ഞാൻ വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. എന്റെ ഭാര്യയും കുട്ടികളെയും പോറ്റാൻ വേണ്ടിയാണ് ഈ നഗരത്തിൽ ഞാൻ ജോലി ചെയ്തത്. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എന്നോട് ക്ഷമിക്കണം.
എന്നെ വെറുതെ വിടൂ, എനിക്ക് മാപ്പ് തരണം. നിന്നെയും ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ നീ നിന്റെ തെറ്റ് സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ശരിയാണ്, മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യത്വം ഇല്ലാതായാൽ അവൻ മൃഗമാണ്. നീ നിന്റെ മനസ്സിനെ പവിത്രമാക്കൂ. ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. ഞാൻ വാക്ക് നൽകുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ വാക്ക് നൽകുന്നു, ഞാൻ വാക്ക് നൽകുന്നു. അങ്കിൾ, നിങ്ങളോ? വരൂ, അകത്തേക്ക് വരൂ. എന്താണ് അങ്കിൾ വിശേഷിച്ച്? മോനെ സുർജിത്ത്, ഞാൻ എൻ്റെ മകന്റെ സുഹൃത്തുക്കളെ എപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പോലെ കരുതിയിട്ടുള്ളൂ. അതെനിക്കറിയാം അങ്കിൾ. ആ അപകടത്തെ കുറിച്ചോർത്ത് ഞാൻ ആകെ ടെൻഷനിലാണ് മോനെ. അപകടമുണ്ടായപ്പോൾ നിങ്ങൾ 4 പേരിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെ അങ്കിൾ. ആ സംഭവത്തിന് മുൻപ് നിങ്ങളെല്ലാം വളരെ തമാശ മൂഡിലായിരുന്നല്ലേ? അതെ. അപ്പൊ മോനെ, നമ്മൾ ഒരാളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് പോലെ അയാളുടെ ദുഃഖത്തിലും പങ്കുചേരേണ്ടതല്ലേ? അയാളെ നാം സഹായിക്കേണ്ടതല്ലേ? അങ്കിൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയല്ലല്ലോ സുർജിത്ത്. ആ അപകടത്തിന്റെ സമയത്ത് നിങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നിൽ നിന്ന് കുത്തുന്നവൻ ആരാണ്? കോട്ടെ ഇവിടെ അവസാനിച്ചു പോയനെ. എന്നാൽ നമ്മുടെ മെക്കാനിക് ഷെട്ടിക്കും ഒരു കത്ത് കിട്ടിയിരിക്കുന്നു. സുർജിത്ത്, എല്ലാ സുഹൃത്തുക്കളും നിന്നെയാണ് സംശയിക്കുന്നത്. ഒരുപക്ഷെ ഈ വിവരം പോലീസിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വലിയ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്കിൾ, നമ്മൾ എപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടിനെ പറ്റി മാത്രമേ ആലോചിക്കാറുള്ളൂ. നമുക്ക് ഈ ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു അവർ ഞാൻ പറഞ്ഞ അനുസരിച്ച് ആ പെൺകുട്ടി ആശുപത്രിയിൽ കൊണ്ടുവരുന്നെങ്കിൽ. മരിച്ചയാൾ മരിച്ചുപോയി. പക്ഷെ നാം ഒരിക്കലും ഒരു നിമിഷം പോലും അവരുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്കിൾ, മനുഷ്യത്വം എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നാം അവരുടെ കുടുംബത്തെ സഹായിക്കേണ്ടിയിരുന്നില്ലേ? അവരെ ആശ്വസിപ്പിക്കേണ്ടിയിരുന്നില്ലേ? അങ്കിൾ, നാം തെറ്റ് സമ്മതിച്ചാൽ തന്നെ നിയമം നമ്മെ എങ്ങനെയാ ശിക്ഷിക്കുക? നിങ്ങൾ പ്രായമുള്ള ആളാ, പക്വതയുണ്ട്. ഒന്ന് ആലോചിക്കൂ അങ്കിൾ, ഒന്ന് ആലോചിക്കൂ. ഒരു തെറ്റ് നാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ആ തെറ്റിനെ മറച്ചു വെക്കാൻ നാം വേറെ തെറ്റ് ചെയ്യുന്നു. നോക്കൂ സുർജിത്ത്, നീ ഇപ്പോഴും എൻ്റെ കണ്ണിൽ എൻ്റെ മകൻ അജിത്തിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, എൻ്റെ മകന്റെ ജീവൻ എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ അവന്റെ സുഹൃത്തുക്കളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. ഞാനിത് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ 4 പേരും സുഹൃത്തുക്കളാണ്. ഈ രഹസ്യം നിങ്ങൾ 4 പേരുടേത് മാത്രമാണ്. സൗഹൃദത്തെ ഒരിക്കലും ഒറ്റുകൊടുക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഒരച്ഛൻ തന്റെ മകനെ രക്ഷിക്കുവാൻ എന്ത് സാഹസവും ചെയ്തെന്നിരിക്കും. ഈ സുർജിത്ത് അവന്റെ പിടിവാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇവൻ എന്റെ മകന്റെ ജീവനെ ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഇവൻ എല്ലാവർക്കും ഒരു ഭീഷണിയാകും. ഇല്ല മംഗൾ ചൗധരി, ഇനി ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല.
സുർജിത്ത്, എനിക്ക് സന്തോഷമുണ്ട്. മംഗൾ ചൗധരിയുടെ ഭീഷണിക്കും നിങ്ങളെ സത്യം പറയുന്നില്ലെന്ന് പിന്തിരിപ്പിക്കാനായില്ല. ഈ ധൈര്യം എനിക്ക് നിങ്ങൾ തന്നതാ. ഒരുപക്ഷെ അന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവരെല്ലാം കൂടി എന്നെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അപകടസന്ധി കഴിഞ്ഞിട്ടില്ല. സുർജിത്ത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവർക്കിനി നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഞാനില്ലേ നിങ്ങളോടൊപ്പം. Woman was born. Her life began. And grows. This is a story, a true story, about two powerful African predators. One is the black. ഡാഡി, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? മോനെ, നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ആ കഥ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഭീതി ജനിപ്പിച്ച ആ കഥ. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? എന്നെ എന്തിനവിടെ കൊണ്ടുവന്ന്? ആരാണ് നിങ്ങൾ? സുർജിത്ത്. അങ്കിൾ, 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 അങ്കിൾ ഇവിടെ? അതെ, ഞാൻ. അങ്കിൾ, ഇവരെന്നെ തട്ടിക്കൊണ്ടു വന്ന അങ്കിൾ. ഇവരാണോ നിന്നെ തട്ടിക്കൊണ്ടുവന്നത്? അതെ അങ്കിൾ, അതെ, ഇവർ തന്നെ. ഇവർ എന്റെ ആളുകളാണ്. ആളുകളോ? പക്ഷെ എന്തിനാ അങ്കിൾ? നിർത്തണം നിന്റെ അഭിനയം. നീ എന്റെ മകനെയും അവന്റെ കൂട്ടുകാരെയും ഇതുവരെ കളിപ്പിച്ചില്ലേ? ഇന്ന് നിന്റെ കളി അവസാനിക്കാൻ പോകുന്നു. ഏത് കളിയാണ് അങ്കിൾ? ഞാൻ ഒരു കളിയും കളിച്ചിട്ടില്ല. ആക്സിഡന്റിൽ ആ പെണ്ണ് ചത്തു. നിങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. മറ്റാരും ആ ആക്സിഡന്റ് കണ്ടില്ല. എന്റെ മകനെതിരായി ഒരു തെളിവ് ഉണ്ടായിരുന്നുള്ളൂ. ജീപ്പിന്റെ പെയിന്റ് ഇളകിയിരുന്നു. അത് ആ മരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. ഞാൻ ആ ജീപ്പിന്റെ പെയിന്റ് മാറ്റി എല്ലാ തെളിവുകളും നശിപ്പിച്ചിരുന്നു. എല്ലാം അവസാനിച്ചു. പക്ഷേ ആക്സിഡന്റിൽ മരിച്ച ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് നീ എന്റെ മകനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു.
ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ ഈ കളിക്ക് നീ വലിയ വില കൊടുക്കേണ്ടി വരും. അങ്കിൾ, ഞാൻ ഒരു കളിയും കളിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്ത് നിങ്ങളുടെ മകനാ. മരണം നടന്ന നിങ്ങളുടെ മകൻ കാരണമാ. ആക്സിഡന്റിന് ശേഷം ആ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു അങ്കിൾ. ഞാൻ എത്ര പ്രാവശ്യം കെഞ്ചി പറഞ്ഞു നമ്മിക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന്. പക്ഷെ ഇവരാരും ഞാൻ പറഞ്ഞ കേട്ടില്ല. എന്റെ വായ പൊത്തി കളഞ്ഞു അങ്കിൾ. ആ പെൺകുട്ടി ആ അവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച് എല്ലാവരും പോയി അങ്കിൾ. ആ പെൺകുട്ടി മരിച്ചു പോയി അങ്കിൾ. എല്ലാത്തിനും കാരണം നിങ്ങളുടെ മകനാണെങ്കിൽ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് ഭീകരമായ ശിക്ഷ ലഭിക്കും. നിന്നെ എന്റെ മകന്റെ മനസ്സിൽ നിന്ന് പോലും തുടച്ചു മാറ്റി ഞാൻ. പിന്നെ നീ എങ്ങനെയാണ് പോലീസിന് വിവരം കൊടുക്കാൻ പോകുന്നത്? അങ്കിൾ, ഞാൻ നിരപരാധിയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്കിൾ. നിങ്ങൾ നിയമത്തെയും സത്യത്തെയും മനുഷ്യത്വത്തെയും സഹായിക്കേണ്ട അങ്കിൾ. മരിച്ച പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. അവൾ അവളുടെ കൊച്ചനിയത്തെയും അനിയനെയും സംരക്ഷിക്കാൻ ഇവിടെ ജോലിക്ക് വന്നതാ. നിനക്ക് എങ്ങനെ അറിയതല്ല? അവൾ എന്നെ കാണാൻ വന്നു. അവൾ പറഞ്ഞാണ് ഇതെല്ലാം അങ്കിൾ. മരിച്ചതിന് ശേഷം അവൾ നിന്നെ കാണാൻ വന്നു. നിന്നെ അവളുടെ കഥന പറഞ്ഞു കേൾപ്പിക്കാൻ. മോനെ, ഞാനൊരു കൊച്ചുകുട്ടിയല്ല. ഭൂതപ്രേതങ്ങളുടെ കഥ കേട്ട് കുട്ടികളെ പോലെ പേടിച്ച് വിറയ്ക്കാൻ. എനിക്ക് ഇതിന്റെ തന്ത്രം മനസ്സിലായി. ഇതിൽ എന്റെ ഒരു തന്ത്രവുമില്ല അങ്കിൾ. ഇതെല്ലാം സത്യമാ. നമ്മൾ പോലീസിനോടെല്ലാം പറഞ്ഞ് ആ പെൺകുട്ടിയുടെ സഹോദരങ്ങളെ സഹായിക്കണം. നിയമത്തെയും സത്യത്തെയും സഹായിക്കണം അങ്കിൾ. നീ എന്നെ ഇപ്പോൾ നിയമത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പഠിപ്പിക്കുകയാണ്. എടാ ചെറുക്ക, ഞാൻ നിയമത്തെയും നിയമപാലകരെയും പോക്കറ്റിലിട്ട് നടക്കുന്നുണ്ട്. എന്റെ മകന്റെ കയ്യിൽ നിന്നും ആക്സിഡന്റ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നിന്റെ അന്ത്യം ഞാൻ തീരുമാനിക്കും. നോക്കട്ടെ നിന്റെ നിയമവും നിയമപാലകരും എന്ത് ചെയ്യുന്നു. വേണ്ട അങ്കിൾ, എന്നെ കൊല്ലരുത് അങ്കിൾ. എന്നെ കൊല്ലരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്കിൾ. എന്നെ കൊല്ലരുത് അങ്കിൾ. അത് അവള് തന്നെ, ആ പെൺകുട്ടി തന്നെ. സത്യമാണത്. ഇയാൾ എന്തു പറയാൻ? ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ മകൻ മരണത്തിന് എറിഞ്ഞു കൊടുത്ത ആ പെൺകുട്ടിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ സഹായിക്കുന്നതിന് പകരം ഞാൻ പിടഞ്ഞു മരിക്കട്ടെ എന്ന് കരുതിയല്ലേ? അല്ല, നിങ്ങൾക്കിതെല്ലാം മനസ്സിലായപ്പോൾ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അതോ എന്നെ രക്ഷിക്കാനോ രാത്രി തന്നെ ജീപ്പിന്റെ നിറം മാറ്റിയത്? പിന്നെ സത്യത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച, എന്നെ സഹായിക്കാൻ ആഗ്രഹിച്ച ഇയാളെയും കൊല്ലാൻ പോകുന്നു. മംഗൾ ചൗധരി, വെടിവെക്കാൻ കഴിയുമെങ്കിൽ വെക്കൂ. ഞാനും ഒന്ന് കാണട്ടെ നിനക്കെത്ര ശക്തിയുണ്ടെന്ന്. വെക്കൂ ഡാഡി, വെടിവെക്കൂ ഡാഡി. വെക്കൂ ഡാഡി. കഴിഞ്ഞോ? നിന്റെ ധൈര്യം അവസാനിച്ചോ? ഈ പാവപ്പെട്ട പയ്യന്റെ നേർക്ക് എന്തായിരുന്നു നിന്റെ ധൈര്യം? ധൈര്യം കാണിക്കേണ്ടത് എപ്പോഴായിരുന്നറിയോ? നിന്റെ മകൻ ഈ അപരാധം ചെയ്തിട്ട് വന്നപ്പോൾ. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല. നിങ്ങൾ നിങ്ങളുടെ മകനെ രക്ഷിച്ചു. നീ എന്താ കരുതിയത്? തെളിവുകളില്ലെങ്കിൽ കുറ്റവാളി പിടിക്കപ്പെടില്ലെന്നോ? പ്രകൃതിയുടെ വികൃതി നോക്കൂ. ഇനി എന്താ സംഭവിക്കുന്നതെന്നോ? ആ സമയത്ത് എനിക്ക് സംഭവിച്ചത് തന്നെ നിന്റെ മകന്റെ കാര്യത്തിലും സംഭവിക്കും. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. എന്റെ അപേക്ഷയാണ്. എന്റെ മകൻ നിങ്ങളെ കൊല്ലുവാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല, ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ നിന്റെ മകൻ മദ്യപിച്ചാണ് ജീപ്പ് ഓടിച്ചിരുന്നത്. ഒരു പെൺകുട്ടിയുടെ മേൽ ജീപ്പ് തട്ടി. ശരി, ഇതൊരു അപകടമാണ്. പക്ഷെ ആ അപകടം നടന്നതിന് ശേഷവും എനിക്ക് ജീവൻ ഉണ്ടായിരുന്നു, അറിയോ? ഇവരെന്നെ സഹായിക്കേണ്ടതിന് പകരം എന്നെ അവിടെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു. സുർജിത്തിന് എന്നെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. അയാൾ അതിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇവർ ബലം പ്രയോഗിച്ച് അയാളെ കൂടെ കൊണ്ടുപോയി. ആ അന്ധകാരപൂർണമായ രാത്രി, ആ വിജനമായ വഴി ഞാൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചുപോയി. എന്നെ സഹായിക്കാനായി ആരും അവിടെ വന്നില്ല.
ഇനി എന്റെ ഊഴമാണ്. എനിക്ക് അന്നുണ്ടായ അതേ ഗതി തന്നെ നിന്റെ മക്കൾക്കും സംഭവിക്കും. ഇനി എന്റെ ഊഴമാണ്. ഇവർക്ക് മാപ്പ് കൊടുക്കണം, ദയവായി ഇവർക്ക് മാപ്പ് കൊടുക്കണം. ഇല്ല, ഇപ്പൊ ഞാനും ഒരു ദയയും കാണിക്കില്ല. അരുത്, അരുത്, മാപ്പ് കൊടുക്കണം, എന്റെ മകന് മാപ്പ് കൊടുക്കണം. എനിക്ക് സംഭവിച്ചത് എന്തോ അത് തന്നെ നിനക്ക് സംഭവിക്കും. ഓടിക്കോ ഇവിടെ നിന്ന്. സുർജിത്ത്, ജൂലൈ 13 സംഭവിച്ചത് ഇന്ന് വീണ്ടും സംഭവിക്കും. ഈ കഥയുടെ അന്ത്യം കാണുവാൻ നീയും അവിടെ എത്തിക്കൊള്ളു. വേഗം സ്റ്റാർട്ടാ അജിത്, വേഗം. അവൾ നമ്മുടെ പിറകിലുണ്ടാവും. മോനെ വേഗം. ഡാഡി ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതെന്താ സ്റ്റാർട്ട് ആവാത്തെ? വേഗം വേഗം നോക്കൂ മോനെ. അവൾ പിന്നാലെ വരുന്നുണ്ടോ? വേഗം മോനെ, വേഗം ഒന്ന് സ്റ്റാർട്ട് ആക്കൂ. ഇതെന്താ സ്റ്റാർട്ട് ആവുന്നേ? വേഗം. മോനെ വേഗത കൂട്ടു മോനെ, വേഗം വേഗം. പിന്നാലെ. എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ രക്ഷിക്കണം. ആരെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം. മോനെ, 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 ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്റെ മകനെ രക്ഷിക്കണേ. ആരെങ്കിലും ഉണ്ടോ? ഓടി വരണേ. എന്റെ മകൻ, എന്റെ മകൻ. നിന്റെ മകനെ രക്ഷിക്കാൻ ആരും വരില്ല. അരുതാക്കിന് പറയരുത്. എന്റെ മകനെ രക്ഷിക്കണമോ? എന്റെ മകനെ രക്ഷിക്കണം. ഇവനോട് ചോദിക്ക, ഇവൻ എന്നെ സഹായിച്ചോ? ഞാനും ഇതുപോലെ മുറിവേറ്റ് കിടന്നു. എന്നിട്ടും നീ ഇപ്പൊ ആരോടാണ് സഹായം ചോദിക്കുന്നത്? നിനക്കെന്നെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല മംഗൾ ചൗധരി. നീ വിതച്ചത് തന്നെ നീ കൊയ്യുന്നു. നീ വരും മുമ്പ് ഇവർക്കെല്ലാം ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെട്ടേനെ. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാനൊരു ആത്മാവല്ലേ. ഇവരെന്റെ മുമ്പിൽ രക്തം വാർന്ന് കരഞ്ഞു കരഞ്ഞ് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഞാൻ എങ്ങനെയാണോ മരിച്ചത് അതേപോലെ തന്നെ ഇവരും മരിച്ചു. ഇവരെ സഹായിക്കാനായി ആരും എത്തിയില്ല. സുർജിത്ത്, ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉറച്ചു നിന്നു. നീതിയും മനുഷ്യത്വവും നിഷേധിച്ച ഈ ശത്രുക്കളെ എത്തേണ്ടിടത്ത് തന്നെ എത്തിച്ചു. എന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചു. ഞാൻ പോവുകയാണ്.
ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള അപകടം സംഭവിച്ചാൽ അവരെ നിങ്ങൾ സഹായിക്കണം. അവരെ ഉപേക്ഷിക്കരുത്. ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കരുത്. അവരെ ഒരിക്കലും അനാഥരായി ഉപേക്ഷിക്കരുത്. എനിക്ക് ഈശ്വരനോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഈശ്വരൻ ആരെയും അജിത്തിനെ പോലെ സൃഷ്ടിക്കരുത്, സുർജിത്തായി സൃഷ്ടിക്കണം.